മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് എന്തെങ്കിലും ഒരു സഹായം കുഞ്ഞിന് എത്തിച്ചു കൊടുക്കുക. പ്രത്യേകിച്ച് ഇത് കേരളമാണ്, മലയാളികൾ എല്ലാ ആളുകളും ഇതുപോലെയുള്ള ഒരുപാട് കുഞ്ഞുങ്ങളെ സഹായിക്കുന്ന. പ്രിയപ്പെട്ട നമസ്കാരം. ഞാൻ ഇന്നുള്ളത് നമ്മുടെ കുണ്ടയം സ്വദേശിയായിട്ടുള്ള ഷാഹുൽ ഹമീദ് എന്ന് പറയുന്ന അണ്ണൻ്റെ മകൾ ഹയ ഫാത്തിമയ്ക്കൊപ്പമാണ്. ഹയ ഫാത്തിമ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു. കോന്നിയിലാണ് ഹയ ഫാത്തിമ താമസിക്കുന്നത്. ഹയ ഫാത്തിമയെ സംബന്ധിച്ചിടത്തോളം നല്ല സ്മാർട്ടായിട്ട് 20 ദിവസം മുമ്പ് കളിച്ച് ചിരിച്ച് പഠിച്ച് സ്കൂളിലൊക്കെ പോയി നല്ല സന്തോഷത്തോടെ വന്ന് ഒരു കുഞ്ഞാണ്. മിടുക്കിയായ ഒരു അനിയത്തി കുഞ്ഞാണ്. എൻ്റെ ഒരു വിഷമകരമായ സാഹചര്യം എന്ന് പറയുന്നത് 21 ദിവസമായി ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. മജ്ജ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകണമെന്നാണ് ഇപ്പോൾ ഡോക്ടർമാർ പറയുന്നത്. അതിന് വലിയ ഭാരിച്ച ഒരു സാമ്പത്തിക ചിലവുണ്ട്. 50 ലക്ഷം രൂപയിലധികമാണ് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത്. വളരെ നിർധനമായ ഒരു കുടുംബമാണ്, നേരിട്ടറിയാവുന്ന ഒരു കുടുംബമാണ്. കുണ്ടയത്തെ കുഞ്ഞിൻ്റെ വാപ്പാടെ സ്ഥലം കുണ്ടയമാണ്, ഉമ്മയുടെ സ്ഥലം കോന്നിയാണ്. വളരെ അടുത്തറിയാവുന്നവരാണ്. അപ്പോൾ കുഞ്ഞിന് 50 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ 1 or 2 ആളുകൾ കൂട്ടിയാൽ കൂടുന്ന ഒരു തുകയല്ല. അപ്പോൾ സമൂഹത്തിലുള്ള സുമനസ്സുകളായിട്ടുള്ള സ്നേഹിക്കാൻ, മറ്റുള്ളവരെ പരിചരിക്കാൻ, ചേർത്ത് നിർത്താൻ കഴിയുന്ന ആളുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. നിലവിൽ ഇപ്പോഴും ഈ ഹോസ്പിറ്റലിൽ ലക്ഷങ്ങളുടെ ചികിത്സയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സർജറിക്ക് മുമ്പ് ഡോണറിനെ കണ്ടുപിടിക്കണം. അതിന് മുമ്പ് നിരവധി പ്രൊസീജിയറുകളുണ്ട്. ആ പ്രൊസീജിയറുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സാമ്പത്തിക ചിലവുണ്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ കടന്നു വന്ന് നമ്മുടെ ഹയ ഫാത്തിമയെ സഹായിക്കും എന്നുള്ളൊരു ഉറപ്പ് നമുക്കെല്ലാവർക്കും ഉണ്ട്. ഇത് പ്രത്യേകിച്ച് ഇത് കേരളമാണ്, മലയാളികൾ എല്ലാ ആളുകളും ഇതുപോലെയുള്ള ഒരുപാട് കുഞ്ഞുങ്ങളെ സഹായിക്കുന്ന ഒരു കാലഘട്ടമാണിത്. സോഷ്യൽ മീഡിയയിൽ നമുക്ക് ഇതിൻ്റെ വിവരങ്ങൾ ലഭിക്കുമ്പോൾ കഴിയുന്ന ആളുകൾ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന സംഭാവനകൾ ചെയ്യുകയും നമുക്ക് അതിന് കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നതെങ്കിൽ തീർച്ചയായും മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് എന്തെങ്കിലും ഒരു സഹായം കുഞ്ഞിന് എത്തിച്ചു കൊടുക്കുക. തീർച്ചയായും ഹയ ഫാത്തിമ തിരിച്ച് ജീവിതത്തിലേക്ക് വരും. ആ ജീവിതത്തിലേക്ക് വരുന്നതിന് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹായവും ഈ കുഞ്ഞിനുണ്ടാവണം. നമ്മളോടൊപ്പം നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളെപ്പോലെ കളിച്ച് വളരേണ്ടുന്ന, പഠിച്ച് വളരേണ്ടുന്ന കുഞ്ഞ് ഇന്ന് ആശുപത്രിയിലാണ്. എന്തായാലും കുഞ്ഞ് തിരിച്ചു വരും. അതിന് ദൈവം എല്ലാ അനുഗ്രഹങ്ങളും അതിന് വലിയ ആയുസ്സും ആരോഗ്യവും കൊടുക്കട്ടെ. നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ സഹായവും തീർച്ചയായിട്ടും ഉണ്ടാവണം. ഹയ ഫാത്തിമയ്ക്ക് വേണ്ടിയുള്ള സഹായം നൽകുന്നതിനുള്ള ഗൂഗിൾ പേ നമ്പറും ബാങ്ക് അക്കൗണ്ടും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം, വീഡിയോയിലും കൊടുക്കാം. എല്ലാവരും ഷെയർ ചെയ്ത് പരമാവധി വേഗത്തിൽ പരമാവധി ആളുകളുടെ സഹായം ഹയയ്ക്കുണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരിലേക്കും ഈ വീഡിയോ എത്തിക്കുകയാണ്.